ഞാൻ നിർമ്മിത ജോസഫ് ആൽക്കഹോളിക്സ് അനോണിമസ് അഥവാ എ എന്ന ഈ ഒരു ഫെലോഷിപ്പിന്റെ സഹായത്താൽ ഇന്ന ദിവസം നൽകിയിട്ടുള്ള എന്റെ പേര് ഉണ്ണി. ഹായ് ഉണ്ണി. എല്ലാവർക്കും നമസ്കാരം. ഹായ്. ആദ്യമായിട്ട് വെരി താങ്ക്സ് ടു നമുക്ക് വലിയൊരു അവസരമാണ് മലയാളത്തിന് ചരിത്രപരമായിട്ട് തന്നെ വലിയൊരു അവസരം തന്ന ഈ ഒരു ഓൺലൈൻ ഇന്റർനാഷണൽ കൺവെൻഷന്റെ ആളുകളോടുള്ള നന്ദി പറയാനാണ് ഈ ഒരു അവസരം ഉപയോഗിക്കുന്നത്. വളരെ കൃത്യമായിട്ട് തന്നെ നമ്മളുടെ ഈ ഒരു അവസരത്തെ ഇന്ന് ഉപയോഗിക്കണം. ഓൺലൈൻ മീറ്റിംഗിന്റെ പ്രസക്തി 1960 നവംബർ മാസത്തിലെ ഗ്രേപ്പ്വൈനിലെ ബിൽ ഡബ്ല്യു പറഞ്ഞ ചില വാക്കുകളുണ്ട്. അതിലൂടെയാണ് ഞാൻ ഈ ഒരു മീറ്റിംഗിന്റെ തുടക്കത്തിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതില് വളരെ കൃത്യമായിട്ട് തന്നെ വരാനിരിക്കുന്ന മാറ്റങ്ങളെ കണ്ട മനുഷ്യനാണ്. കാരണം 1937 1937 ബോബ്, നമ്മുടെ സഹസ്ഥാപകനായ ബോബിന്റെ കൂടെ ആ ലിവിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ പോലും ബിൽ വിൽസന് ഭാവിയെ കുറിച്ച് വലിയ ഒരു പ്രതീക്ഷ, ഫെലോഷിപ്പിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് ആശങ്കകളൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ ആശങ്കകളൊക്കെ അദ്ദേഹം പങ്കുവെച്ചു. ഇത് ദൈവത്തിന്റെ പ്രോഗ്രാമാണ്, ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ പ്രത്യാശ. അദ്ദേഹം അത് 1960 ലേഖനത്തിൽ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് നമ്മുടെ ടെക്നോളജി വളർന്ന് കൊണ്ടിരിക്കുന്ന ഈ ഒരു ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഭാവി തീർച്ചയായിട്ടും അതിനെ നമ്മൾ വിനിയോഗിക്കേണ്ടതുണ്ട്. അത് വിനിയോഗിക്കുന്ന സമയത്ത് നമ്മൾ നന്മയുടെ പക്ഷം, അല്ലെങ്കിൽ നമ്മുടെ ഈഗോ, പേഴ്സണൽ ആയിട്ടുള്ള ഈഗോ ഇല്ലാതെ അനോണിമിറ്റി പാലിച്ചുകൊണ്ട് സന്ദേശത്തെ മറ്റുള്ളവരിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ടെന്നാണ്. പണത്തിനോ അധികാരത്തിനോ വേണ്ടിയിട്ടുള്ള മത്സരങ്ങളാൽ സന്ദേശത്തെ നമ്മൾ മുന്നോട്ട് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്ന ജീവിതത്തിന്റെ വലിയ ഒരു വിശാലമായ കാഴ്ചപ്പാട്. നമുക്ക് ഓൺലൈൻ മീറ്റിംഗിന്റെ ചരിത്രത്തെ കുറിച്ചൊക്കെ ജോസഫ് മാഷ് ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ അവസാന ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. വളരെ കൃത്യമായിട്ട് ഓൺലൈൻ മീറ്റിംഗ് മലയാളത്തിലേക്ക് കടന്നു വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കോവിഡ് സമയത്താണ് ഓൺലൈൻ മീറ്റിംഗ് മലയാളത്തിലേക്ക് ഫോണിലൂടെ ഉണ്ടായിരുന്ന ഒരു മീറ്റിംഗ് ഒരു കോഡ് അടിച്ചു കൊടുത്ത് നമ്മുടെ പഴമക്കാരായിട്ടുള്ള പല ആളുകൾക്ക് അവിടെ നിന്ന് നമ്മൾ ബ്ലൂ ജീൻസിലേക്ക് കടന്നു വരുന്നു. ജനമൈത്രി ഗ്രൂപ്പ്, അതേപോലെ അമൂല്യ ഗ്രൂപ്പ്, ഇവര് തമ്മിലുണ്ടായിരുന്ന നിരന്തര മീറ്റിംഗ്, അതോടൊപ്പം തന്നെ വിഷയാധിഷ്ഠിതമായിട്ടുള്ള മീറ്റിങ്ങുകൾ മലയാളത്തിന്റെ തന്നെ ആ ഒരു ഭാവിയെ മാറ്റാനുള്ള ശ്രമം ആരംഭിക്കുക. ഞാനൊക്കെ കോവിഡ് സമയത്ത് ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് കടന്നു വന്നതാണ്. പണ്ട് കാലത്ത് ആളുകൾക്ക് ഏതെങ്കിലും ഒരു വാർഷികം ഉണ്ടാകുമ്പോൾ പുസ്തകം കാണാൻ പറ്റും. നിത്യമായിട്ട് ആളുകൾ, വിദേശത്തിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴും നാട്ടിലേക്ക് വരാൻ പറ്റുന്ന ആളുകളെല്ലാം അവരും നാട്ടിലുള്ള ആളുകളും തമ്മിൽ ബന്ധം ഉണ്ടാവുന്നു. അപ്പോൾ ആ മീറ്റിങ്ങുകളിൽ പല ഭാഗത്തുള്ള ആളുകൾ ഒരേ സമയം തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് കയറുന്നു. പല ആളുകളും ഇന്റർനെറ്റിന്റെ ഈ സാധ്യത എന്താണെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ തുടക്കത്തില് നമ്മുടെ ആളുകളൊക്കെ വിചാരിച്ചത് ഇതൊരു ഫിസിക്കൽ മീറ്റിങ്ങിന് പകരമായിട്ടാണ്, ഫിസിക്കൽ മീറ്റിങ്ങിന് എതിരാണെന്ന് പോലും ഒരു വേണം തിരിച്ച് വശമാക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. കോവിഡ് മുന്നോട്ട് പോകുമ്പോൾ പല ബോധത്തിന് വേണ്ടിയിട്ട് ഈ ഓൺലൈൻ മീറ്റിങ്ങിന്റെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ മാത്രമല്ല പരസ്പരം ആളുകൾ തമ്മിൽ കാണാം. ആ അകലം ഓൺലൈൻ മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത് തന്നെ ശാരീരികപരമായിട്ട് വ്യത്യസ്ത സ്ഥലങ്ങളാണ്. മനസ്സുകൊണ്ട് അല്ലെങ്കിൽ വാക്കുകളെ കൊണ്ട് പരസ്പരം ഓരോ ആളുകളുടെയും സ്വീകരണ മുറിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിലേക്ക് ആ വാക്കുകളിലൂടെ ഓരോ അംഗങ്ങളും വരികയാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള ആളുകൾ തമ്മിൽ ആശയവിനിമയം സാധ്യമാകുന്നു. ഏറ്റവും പ്രധാനം വിവിധ വിഷയങ്ങളിൽ ആൽക്കഹോളിക്സ് അനോണിമസ് എന്താണ്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തന രീതികൾ, 12 പടികൾ, യുവർ സ്റ്റെപ്സിൽ ഊന്നിക്കൊണ്ട് എങ്ങനെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ റിക്കവറി സാധ്യമാണ് എന്നുള്ള കാര്യങ്ങൾ വന്നു. നിരവധി ലിറ്ററേച്ചറുകൾ ഇവിടെ മലയാളത്തിലേക്ക് നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ചെയ്യാൻ ആരംഭിച്ചു. കാരണം പഠിക്കാനുള്ള ആവശ്യം. ഇത് വിവിധ ഗ്രൂപ്പുകൾ ഗ്രൂപ്പാണ്. അതിനുശേഷം വന്ന തിരുവനന്തപുരം ഇന്റർ ഗ്രൂപ്പാണ്, ജനമൈത്രിയാണ്, എല്ലാവരുടെയും മത്സരം പോലും നമുക്ക് ഉപകാരമായിട്ട് പറയാറ്. ആൽക്കഹോളിക്സ് അനോണിമസില് നമ്മൾ പറയാറുണ്ട് ചായക്കട്ടയും അതിലും ദിവസം ഉണ്ടായാൽ മീറ്റിംഗ് തുടങ്ങും എന്ന് പറഞ്ഞ പോലെ
ഓൺലൈൻ മീറ്റിംഗിൽ ഞങ്ങളാണ് ഏറ്റവും നല്ല വിഷയാവതരണ മീറ്റിംഗ് നടത്തുന്നത് എന്ന ആവേശത്തോടു കൂടി നമ്മുടെ പഴമക്കാരായ ഓരോ അംഗങ്ങളും വിവിധ തരത്തിലുള്ള പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ വിഷയാവതരണ മീറ്റിങ്ങുകൾ കൊണ്ടുവന്നു. നേരിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരമുണ്ടായി. പുതിയ വിഷയങ്ങളെ കുറിച്ച് ആളുകൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ കടന്നു വരാൻ തുടങ്ങി. ഓരോ അംഗങ്ങളും കൂടുതലായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കണം, ഞങ്ങളുടെ ഫെലോഷിപ്പിന്റെ ചരിത്രം ഞങ്ങൾ അറിയേണ്ടതുണ്ട്. ഇത് മീറ്റിംഗിൽ വെറുതെ പങ്കെടുക്കുക, ഞങ്ങൾ എങ്ങനെ ഉള്ളവരായിരുന്നു അല്ലെങ്കിൽ കുറിച്ചിരുന്ന ആ കഥകള് പറയൽ മാത്രമല്ല പ്രോഗ്രാം. നമുക്കറിയാം രണ്ടു തരം ഫെലോഷിപ്പിംഗ് രീതികളെ കുറിച്ച് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു മാറ്റത്തിനെ എതിർക്കുന്ന ആളായിരുന്നില്ല സഹസ്ഥാപകനായ വിൽസൺ. അദ്ദേഹം നമുക്ക് ന്യൂയോർക്കിലെ മീറ്റിംഗ് തുടങ്ങുന്നത് ന്യൂയോർക്ക് ഗ്രൂപ്പ് അക്രോൺ ഗ്രൂപ്പിൽ നിന്നുള്ള നമ്മുടെ വ്യത്യസ്തമായ രീതിയിലാണ് ന്യൂയോർക്കിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. ആ സമയത്ത് അക്രോൺ മീറ്റിംഗിൽ വന്നിട്ടുള്ള നമ്മുടെ ഏകമായ ക്ലാരൻസ് ക്ലീവ്ലാൻഡിലെ മീറ്റിംഗ് ആരംഭിച്ചു. അങ്ങനെ നമ്മുടെ പഴമക്കാരായ ഓരോ അംഗങ്ങളും ആ മീറ്റിങ്ങുകളെ എതിർക്കുന്നു. അങ്ങനെ പുതുതായി കടന്നു വരുന്ന മാറ്റത്തെ ഉൾക്കൊള്ളാനുള്ള വിമുഖത ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ അതിനെല്ലാം വിൽസൺ ശരിയോടുകൂടി നേടി. കാരണം എന്താ, പുതിയ മാറ്റത്തെ ഉൾക്കൊള്ളുന്ന ആൽക്കഹോളിക്സ് അനോണിമസ് സജ്ജമായിരുന്നു. ആ മാറ്റമായിരുന്നു വൺ ബൈ വൺ സ്പോൺസർഷിപ്പ്. പുതിയ ആളുകൾ പോലും ഒരു അംഗത്തെ സഹായിക്കുക, ടെമ്പററി സ്പോൺസർഷിപ്പ്. പുതുതായിട്ട് നമ്മുടെ അംഗസംഖ്യ 500 പേരിലേക്ക് മാറി. പുതിയ മാറ്റം തന്നെ വിമർശിച്ച ആളുകളിൽ നിന്ന് മാറ്റം ഉൾക്കൊണ്ട് തന്റെ ഫെലോഷിപ്പിന് വേണ്ടിയിട്ടാണ്. ഈഗോ മാറ്റിവെക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തണം. ഒന്നാമത്തെ ട്രഡീഷൻ ഐക്യത്തിന് വേണ്ടിയാണ് എന്ന ബോധ്യം. അത് തന്നെയായിരുന്നു നമ്മുടെ മലയാളത്തിലും മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങുന്നു. വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ഈ കോവിഡ് സംബന്ധമായിട്ടുണ്ടായിരുന്ന നമ്മുടെ ഇന്നിപ്പോ നമുക്കറിയാം, ഞാൻ പറയാനുള്ള സമയമില്ലാത്ത രാവിലെ 5 മണിക്ക് ആരംഭിച്ച രാത്രി 11:30 വരെ നിൽക്കുന്ന എല്ലാ ദിവസവുമുള്ള ഓൺലൈൻ മീറ്റിംഗിൽ നിരവധി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ഓരോ അവരുടെ സമയത്തും ആ മീറ്റിംഗിലേക്ക് കയറി വരാൻ തങ്ങളുടെ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷകളും പങ്കുവെക്കാനായി സാധ്യമാകുന്നുണ്ട്. പുതിയ സ്പോൺസർഷിപ്പ് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം ഓൺലൈനിലൂടെ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകളിലൂടെ നമ്മുടെ റിക്കവറിയെ എങ്ങനെ ത്വരിതഗതിയിലേക്ക് കൊണ്ടുപോകാം, മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള മാറ്റമാണ്. വീണ്ടും ഒരു പുനഃപതനം ഉണ്ടാകുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശം അത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകർന്നുകൊണ്ട് വിഷയങ്ങളെ കുറിച്ചുള്ള മനസ്സിലാക്കൽ നമ്മുടെ അധ്യായത്തിൽ പറയുന്ന പോലെ വേണ്ടത് സത്യസന്ധതയാണ്, കുഴപ്പമുണ്ട് എന്നുള്ള അറിവാണ്. അപ്പോൾ നമുക്ക് ഓപ്പൺ മറ്റുള്ള ആളുകൾ ഉൾക്കൊള്ളാനായി നമുക്ക് പറ്റും. പിന്നീട് വേണ്ടത് ചെയ്യാനുള്ള സന്നദ്ധതയാണ്. അങ്ങനെ ആകുമ്പോൾ ഏതൊരു പരിമിതികളെയും നമുക്കൊന്ന് മാറ്റാവുന്നത് ഓൺലൈൻ മീറ്റിംഗ്. ഭാവിയിലേക്ക് മലയാള കുട്ടികളുടെ ചരിത്രത്തിലെ ഇപ്പൊ നമ്മൾ കാണാൻ പറ്റില്ല മാറ്റം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചരിത്രത്തിൽ നിന്ന് കംസത്തേജിലൊക്കെ എഴുതപ്പെട്ട മാറ്റങ്ങൾ അന്ന് പ്രകടമായ ദൃശ്യമല്ല. വരും കാലത്ത് ഇപ്പൊ നമ്മൾ എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാൽ പിന്നീട് ഫിസിക്കൽ മീറ്റിംഗ് വ്യാപകമായിട്ട് ആരംഭിച്ചപ്പോൾ പല ആളുകളും വിചാരിച്ചു ഇത് ഓൺലൈൻ മീറ്റിംഗ് എന്ന് പറയുന്നത് ഫിസിക്കൽ മീറ്റിങ്ങുകളുടെ അഗേൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ്. ഒരിക്കലില്ല. കൂടുതൽ ആളുകൾ ഫിസിക്കൽ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പ്രയോജനമായിട്ട് ഓൺലൈൻ മീറ്റിംഗ് മാറുന്നു. ഈ ഓൺലൈൻ മീറ്റിംഗിൽ ഉണ്ടാകുന്ന വിഷയാവതരണങ്ങൾ കണ്ടുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ മീറ്റിംഗ് അവിടെയും ഇത്തരം വിഷയാവതരണം വേണമെന്നാണ്. ഇത്രയും കാലം കണ്ടുപിടിച്ച കഥകൾ മാത്രം പറയുക. നേരത്തെ പറഞ്ഞ പോലെ പല രീതികൾ ഉണ്ടായിരുന്നു. ഓൺലി ഫെലോഷിപ്പിംഗ് മാത്രമായി നമുക്ക് പ്രവർത്തിക്കാം, മീറ്റിംഗിൽ കയറാം, കണ്ടുപിടിക്കാതെ പറയാം, കുടിക്കാതിരിക്കാം. അത് മാത്രമല്ല ഒരു പരിഹാരമുണ്ട്. പരിഹാരമായിട്ടുള്ള ആത്മപരിശോധന ഫെലോഷിപ്പിംഗ് മാത്രം പോരാ. മീറ്റിംഗിൽ ഞാൻ അനുഭവങ്ങൾ പറഞ്ഞാൽ പോരാ. കുടിച്ച കഥ മാത്രമല്ല, റിക്കവറി എന്റെ സ്റ്റോറിയോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് എന്റെ മാറ്റം. എന്താണ് ആൽക്കഹോളിക്സ് അനോണിമസ് എനിക്ക് മാറ്റമുണ്ടായത്? എങ്ങനെയാണ് ഞാൻ എന്റെ ഈഗോനെ മറികടക്കുന്നത്? എവിടെയാണ് എന്റെ കുടുംബത്തിൽ മാറ്റമുണ്ടായത്? ഇതെല്ലാം ഓൺലൈൻ മീറ്റിംഗിൽ നിന്ന് വിവിധ തരത്തിലുള്ള ആളുകളിൽ നിന്നുള്ള അനുഭവങ്ങൾ ഫിസിക്കൽ മീറ്റിംഗിൽ കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങി.
പബ്ലിക് ഇൻഫർമേഷൻ എങ്ങനെയായിരിക്കണം, അനോണിമിറ്റി എന്ന ആദർശം അത് കേവലം വാക്കുകളിൽ മാത്രം പോരാ. ആ രീതിയിൽ വളരെ കൃത്യമായിട്ട് തടസ്സമുണ്ട്. രാഷ്ട്രീയം വോയിസ് ക്ലിയർ അല്ലാത്തൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നീ പറഞ്ഞോ, മറ്റേ ഇത് വെച്ചിട്ട് പറഞ്ഞു. എന്തായാലും വളരെ കൃത്യമായ രീതിയിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പിന്നീട് തുടങ്ങുകയാണ്. അപ്പൊ എനിക്കിങ്ങനെ എങ്ങനെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശത്തെ മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കേണ്ടത്? നമുക്ക് പബ്ലിക് ഇൻഫർമേഷന്റെ വർക്ക് ബുക്ക് ഉണ്ട്. അതേപോലെ നിരവധി പാംപ്ലെറ്റുകൾ, നമ്മൾ മലയാളത്തിൽ ഇറങ്ങാത്ത പാംപ്ലെറ്റുകൾ കൂടെ നമ്മൾ തർജ്ജമ ചെയ്തുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ കാര്യത്തിന് മറ്റംഗങ്ങൾ അറിയുക. അവിടെ വിൽസൺ നേരത്തെ സൂചിപ്പിച്ച പോലെയാണ്, അവിടെ ആർക്കും പേര് കിട്ടുന്നില്ല. ഞാൻ തർജ്ജമ ചെയ്തു എന്ന കുറച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ. എന്തിനാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത്? പ്രാഥമിക ഉദ്ദേശത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ. ഞാൻ സത്യവിമുക്തമായി ഇരിക്കുക മാത്രമല്ല, മറ്റുള്ളവരിലേക്ക് ഈ സന്ദേശത്തെ കൃത്യമായി പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അത് എങ്ങനെയായിരിക്കണം? ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന രീതിയിലായിരിക്കണം. അപ്പൊ ഇവിടെ അതിനുശേഷമാണ് ഇവിടെ ഫോട്ടോ പതിച്ചുകൊണ്ട് ബർത്ത്ഡേ മെസ്സേജുകൾ ഇടുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഓൺലൈൻ അനോണിമിറ്റി എന്ന് പറയുന്നത് വാട്സപ്പ് ഗ്രൂപ്പുകൾക്കുണ്ട്. നമുക്ക് ഓൺലൈൻ ഗൈഡ് ലൈൻസ് ഉണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസ് അങ്ങനെ റൂളുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് തോന്നിയവാസം ചെയ്യാനുള്ളതല്ല. ആരാണ് അതിന്റെ കാവൽക്കാർ? അതിന്റെ പാരമ്പര്യങ്ങളെ പാലിക്കേണ്ടത് ഞാൻ എന്ന അവകാശത്തിനാണ്. ഞാൻ രംഗത്തിന്റെ പറയുമ്പോ എന്റെ റിക്കവറി അത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്ന പോലെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യങ്ങൾ ആരാ പാലിക്കുക? അതിന്റെ പേരിൽ പ്രവർത്തനങ്ങൾ അത് ഗ്രൂപ്പുകളിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. ജനാധിപതികളായ പഠനക്കാർ വീടിൽ ഡീക്കണുകളെ ചോദ്യം ചെയ്യുക. മറിച്ച് അവരുടെ പരിശോധന നടത്തണം. ആത്മീയത എന്ന് പറയുന്നത് രണ്ട് ഓൺലൈൻ മീറ്റിങ്ങുകൾ നമുക്ക് പഠിക്കാൻ പറ്റണം. തെളിവ് കേട്ടിട്ട് പറ്റില്ല. എന്ത് പറഞ്ഞാലും കേട്ട് തിരിച്ചു പറയാത്തതൊന്നല്ല. ആത്മത്തിലേക്ക് അവരനെ ഉൾക്കൊള്ളുന്ന ആത്മീയത. ന്റെ 57ാമത്തെ പേജ് ബുക്കിൽ പറഞ്ഞ പോലെയാണ്, ഞങ്ങൾക്ക് ആത്മീയതലം എന്നാൽ വിശദമാണ്, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അത് ദൈവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക. രണ്ടാമത്തെ പടി ദൈവം എന്ന് പറയുന്നത് ആ ഒരു ചർച്ചയിൽ മാത്രം നിൽക്കുന്നതല്ല, തർക്കിക്കുന്ന സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നു. വിശ്വാസമുള്ളവർക്കും ഇല്ലാത്തവർക്കും പ്രവർത്തിക്കുന്നതാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. ഇവിടെ ആത്മീയതയിലേക്കുള്ള നിരവധി പദ്ധതികൾ നമ്മളിവിടെ അവതരിപ്പിച്ചു. നിരവധി വിഷയങ്ങൾ ഒരു രീതികളല്ല പ്രവർത്തിക്കാനായിട്ട് അവനവന്റെ തന്നെ ധാരണ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് എന്റെ റിക്കവറിയിലേക്ക് നയിക്കേണ്ടത് എന്നാണ്. സന്ദേശം എങ്ങനെയാണ് വളർന്നത്? ഓൺലൈൻ മീറ്റിങ്ങുകൾ തന്നെയാണ്. ഒന്നും രണ്ടും രീതികളിലല്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചരിത്രം നമ്മളിവിടെ പറയാൻ തുടങ്ങി. എന്തിനാണ് ആ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുക? നമുക്കറിയാം ഇത് എവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ മാത്രം ഉണ്ടാകുന്നതല്ല, ലോകവ്യാപകമായിട്ട്. ഇതുകൊണ്ടാണ് ടെലിവിഷന്റെ കഥ നമ്മളുമായിട്ട് സാമ്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ലോകത്തിലെ ഇന്നത്തെ ഡെയിലി റിസപ്ഷൻ കൂടുതലാണ്, ഗ്ലോബൽ ഷെയറിംഗ് ആണ്. എന്തുകൊണ്ടാണ് മധ്യസ്ഥം വേറൊരു മധ്യസ്ഥവും സംസാരിക്കുമ്പോൾ ആ സ്ഥലവും കാലവും സാമ്യപ്പെടുന്നത് എങ്ങനെയാണ്? അമേരിക്കയിൽ ജനിച്ച ബിൽ വിൽസനും ഞാൻ തമ്മിലുള്ള ബന്ധം എന്താണ്? ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ എന്റെയും ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒറ്റപ്പെട്ടവനല്ല, എനിക്ക് മാത്രമല്ല എന്നുള്ള ബോധ്യം. നമുക്ക് എവിടെ ഒരു മധ്യസ്ഥനുണ്ടോ? കിലോമീറ്ററുകളോളം, വിദേശങ്ങളിലൊക്കെ കിലോമീറ്ററുകളോളം പങ്കെടുക്കാനായി പറ്റുന്ന ആളുകൾ മാറ്റി. ഓക്കെ, അപ്പൊ എന്തായാലും ഹെഡ്ഫോണിന്റെ കുഴപ്പമാണ്, ക്ഷമ ചോദിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലേക്കുള്ളൊരു മാറ്റം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആ ഒരു മീറ്റിംഗ് വിവിധ ഭാഗങ്ങളിലുള്ള, വിദേശങ്ങളിലുള്ള, ഗൾഫ് നാടുകളിലുള്ള ഫിസിക്കൽ മീറ്റിങ്ങിന് പോകാൻ പറ്റാത്ത അംഗങ്ങൾക്ക്
ഏതൊരു സമയത്ത് വേണമോ ഒരു മീറ്റിംഗിൽ തങ്ങളുടെ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷകളും പരസ്പരം പങ്കുവെക്കാൻ തനിക്കൊരു സ്പോൺസർ ആവശ്യമുണ്ട്, തനിക്കൊരു സംശയമുണ്ട്, അത് ചോദിക്കാനുള്ള അവസരമായിട്ട് ഓൺലൈൻ മീറ്റിങ്ങുകൾ മാറാൻ തുടങ്ങി. ഓൺലൈൻ മീറ്റിംഗിൽ നിരവധി തരത്തിലുള്ള വിവിധ ഭാഗങ്ങളിലുള്ള പഴമക്കാരെ ഒരേ സമയത്ത് നമുക്ക് ഇതിൽ സംയോജിപ്പിക്കാനായി സാധിച്ചു. പരസ്പരം ആളുകൾ തമ്മിൽ കാണാനായിട്ട് പറ്റുന്ന രീതിയിൽ ഒരു ആത്മബന്ധം, വിദേശത്ത് കിടക്കുന്ന അല്ലെങ്കിൽ ഒരിക്കലും നാട്ടിൽ പോയാൽ ഒരേ സമയത്ത് കാണാത്ത ആളുകൾ എല്ലാ ദിവസവും കണ്ടുമുട്ടുന്നു. അവരവരുടെ റിക്കവറി അനുഭവങ്ങൾ പറയാൻ തുടങ്ങുന്നു. ഇതിന്റെ മാറ്റം ഈ ഓൺലൈൻ മീറ്റിംഗിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രീതിയിലല്ല. നാട്ടില് ഫിസിക്കൽ മീറ്റിംഗിൽ മാറ്റം ഉണ്ടാവാൻ തുടങ്ങി. തങ്ങളുടെ സ്ഥലത്ത് വളരെ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനം നടത്തേണ്ടതുണ്ട്. ഈ നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങളും ശരിയായ രീതിയിലല്ല. ഈ ശരിയായ ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന രീതിയിൽ പ്രവർത്തനം നടത്തുമ്പോഴാണ്, നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനം 12-ാം പടി എന്ന് പറയുന്നത് കേവലം സന്ദേശം കൊടുക്കൽ മാത്രമല്ല, അതിനോടൊപ്പം ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എവിടെയാണ് നിൽക്കേണ്ടത് എന്ന് തുടങ്ങിയിട്ടുള്ള നിരവധി ആശയങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ തുടങ്ങി. വേൾഡ് നമ്മുടെ ഏടെ സങ്കല്പങ്ങൾ 36 തത്വങ്ങളാണ് നമുക്ക് എന്നുള്ളത് അറിയുന്നു. നമ്മുടെ സങ്കല്പങ്ങള് ഒരു GSR തൊട്ടിട്ടുള്ള ആളുകൾ അറിയേണ്ടതുണ്ട്. ലോക സേവനത്തിനായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തത്വങ്ങൾ അത് കേവലം മീറ്റിങ്ങുകൾ പറയുന്നത് മാത്രമല്ല, എന്റെ ജീവിതത്തിൽ ഞാൻ പാലിക്കേണ്ടതാണ്. ഞാനെന്ന മദ്യാസക്തൻ കേവലം ഒരു ചെറിയ ഒരു ഭാഗം മാത്രമല്ല, നിരവധി പേരുടെ ലോകത്തെമ്പാടുമുള്ള ആൽക്കഹോളിക്സ് അനോണിമസ് അംഗങ്ങളിലെ ഒരാളാണ്. എന്റെ റിക്കവറിയിലൂടെ എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന സന്ദേശം എന്താണ്? അത്തരത്തിലുള്ള നിരവധി മാറ്റങ്ങളാണ് ഇന്ന് ഓൺലൈൻ മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും നമ്മൾ കൂടുതലായിട്ട് ഉള്ള അറിവുകൾ നേടാനായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നമ്മളെ സഹായിക്കുകയും നിരവധി പേരുടെ പുതിയ 12-ാം പടി തൊട്ട് സ്പോൺസർഷിപ്പ് വരെയുള്ള കാര്യങ്ങൾക്കെല്ലാം വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഇന്ന് വളരെ എന്താ പറയുക നല്ല രീതിയിൽ സഹായകരമാകുന്നുണ്ട്. അപ്പൊ അത്തരത്തിലേക്കുള്ള മാറ്റം എന്തായാലും ഈ ഒരു ഓൺലൈൻ മീറ്റിംഗിന്റെ രംഗത്ത് ഇനിയും നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും കൂടുതൽ പേരിലേക്ക് സന്ദേശം എത്തിക്കാനൊക്കെ ആയിട്ട് സാധ്യമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും വിഭാവനം ചെയ്ത തരത്തിലുള്ള സുബോധം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു രാജേട്ടാ.